നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ചാൽ നമ്മളൊരു ഫീസ്റ്റ് കഴിച്ചിട്ടാണെങ്കിലും, അതായത് ഒരുപാട് വെജും നോൺ വെജും മെയിൻ ഡിഷും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വയറെല്ലാം ഇങ്ങനെ പൊട്ടാറായിരിക്കുകയാണെങ്കിലും ഒരു മധുരം അവസാനം തന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒരു ഡിസേർട്ടായിട്ട് ഭയങ്കര സന്തോഷമാവില്ലേ? അപ്പോൾ എന്താ പറയണ്ടേ, ഒരുപാട് ആൾക്കാർക്ക് മധുരം ഇഷ്ടമാണ്, കുറേ ആൾക്കാർക്ക് മധുരം അത്ര ഇഷ്ടമില്ല. അതായത് സ്വീറ്റ് ടൂത്ത് ഉള്ള ആൾക്കാരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എങ്കിലും മെജോറിറ്റിക്കും മധുരം കുറച്ചെങ്കിലും ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മീൽ കഴിഞ്ഞിട്ട് അവസാനം ഒരു പായസം പോലെയോ എന്തെങ്കിലും ഒരു മധുരം, ഒരു പുഡിങ്ങോ എന്തെങ്കിലും ഒരു കാര്യം. മധുരം എൻ്റെ ഫേവറേറ്റായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ തുടങ്ങുന്നൊരു മധുരത്തിൽ നിന്ന് തന്നെയാണ്. ഇതൊരു പുഡിങ്ങാണ്, ഇതൊരു സ്റ്റീംഡ് പുഡിങ്ങാണ്. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബംഗാളി ഡിഷിൽ നിന്നും എടുത്തിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, എങ്കിലും ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പേര് ഒരു യോഗേർട്ട് പുഡിങ്ങാണ്. ഇതൊരു സ്റ്റീംഡ് യോഗേർട്ട് പുഡിങ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് യോഗേർട്ട് തന്നെയാണ്. അതായത് ഹങ് കേർഡ് ആയിരിക്കും. ഹങ് കേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൈര് തുണിയിലിങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അത് ഡ്രെയിൻ ചെയ്യാനായിട്ട് വയ്ക്കും. അപ്പോൾ ആ തൈരിനകത്ത് എത്ര കട്ടയുള്ള തൈരാണെങ്കിലും, കട്ടിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന തൈരാണെങ്കിലും അതിനകത്ത് ഇച്ചിരി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. അപ്പോൾ അത് നമ്മളിങ്ങനെ നല്ല മൽമൽ തുണിയിൽ ഇങ്ങനെ ഒഴിച്ച് വെച്ചാൽ അത് അരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒഴിച്ച് കുറച്ച് നേരം വെച്ചിരുന്നാൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ വെച്ചിരുന്നാൽ അതിൽ നിന്നുള്ള വെള്ളമെല്ലാം കുറേശ്ശെ അതിൽ നിന്നും മാറി ഇറ്റിറ്റ് താഴേക്ക് പോകും. എന്നിട്ട് ഫൈനലി കുറച്ച് കട്ടിയുള്ള തൈരായിട്ട് കിട്ടും. അതാണ് ഹങ് കേർഡ്. ഈ ഹങ് കേർഡ് ഫില്ലിംഗ് ആയിട്ട് വരെ ഉപയോഗിക്കാറുണ്ട് ചില കെബാബ്സിലൊക്കെ, വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടുള്ള പ്യുവർ വെജ് കെബാബ്സിൽ ഭയങ്കര ഒരുപാട് നമുക്ക് സാൻഡ്വിച്ചിനകത്ത് വയ്ക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് നമ്മൾ ഹങ് കേർഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ബേക്ക്ഡ് അല്ല, ഇതൊരു സ്റ്റീംഡ് യോഗേർട്ട് പുഡിങ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹങ് കേർഡ് അഥവാ കംപ്ലീറ്റ് വെള്ളവും മാറ്റിയെടുത്ത് കട്ട തൈര് 3 കപ്പ്, ഫ്രഷ് ക്രീം 1 കപ്പ്, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്, കണ്ടൻസ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡ് 1/2 ടിന്ന്, മാംഗോ പൾപ്പ് 1/2 കപ്പ്. അപ്പോൾ നമ്മുടെ ഹങ് കേർഡ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഹങ് കേർഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 3 കപ്പ് തൈര്, നല്ല യോഗേർട്ട് കട്ടിയുള്ള തൈര് ഇങ്ങനെ മൽമൽ തുണിയിൽ ഒഴിച്ച് ഒരു അടിയിൽ ഞാൻ ഒരു അരിപ്പയും കൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചു. നോക്കിയേ, അതിൽ നിന്നും ട്രിപ്പ് ചെയ്ത് ഇത്രയും വാട്ടർ കണ്ടൻറ്റ് അതിനകത്തുണ്ടായിരുന്നു, അത് അതിൽ നിന്നും മാറ്റുന്നു. അത്രേ ഉള്ളൂ. ഇനി ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, തുണിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പോലെ കാണാം. ഇനി കുറച്ച് നേരം വെച്ചാൽ കുറേ നേരം ഇരുന്നാൽ കുറച്ചുകൂടി ഡ്രൈ ആയി കിട്ടും. അത്രയും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സമയത്ത് തന്നെ എടുക്കുന്നത്. ഇനി അത് പാത്രത്തിലേക്ക് മാറ്റാൻ പോകണു. നമ്മളിതൊരു സ്റ്റീംഡ് യോഗേർട്ട് പുഡിംഗ് ആണെങ്കിലും ഇതിനൊരു ഫ്ലേവർ കൊടുത്താണ് ചെയ്യുന്നത്. ഈ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഏത് ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ മാമ്പഴത്തിൻ്റെ ഫ്ലേവറാണ് കൊടുക്കുന്നത്, മാംഗോ ഫ്ലേവേർഡ് ബേക്ക്ഡ് യോഗേർട്ട് പുഡിംഗ്. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 കപ്പ് മാമ്പഴത്തിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിരിക്കണം. മാങ്ങ നല്ല പഴുത്ത മാങ്ങ ഒന്ന് അരച്ചെടുത്താൽ മതി. ഒരു 1/2 കപ്പ് കിട്ടണം. പിന്നെ വേണ്ട കാര്യം കണ്ടൻസ് മിൽക്കാണ്. അതും ഒരു 1/2 കപ്പ് റെഡിയാക്കി വെക്കണം. പിന്നെ 1 കപ്പ് ഫ്രഷ് ക്രീം, പിന്നെ അത് കഴിഞ്ഞിട്ട് പൊടിച്ച പഞ്ചസാര 1/2 കപ്പോളം ഉപയോഗിക്കാം. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യണം. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി വേണം, അതാണ് അതിൻ്റെ ഫ്ലേവർ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മിക്സിങ്, അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹങ് കേർഡിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര, അപ്പോൾ ഏതാണ്ട് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും, ഒന്ന് സ്മൂത്താക്കാം. ഇത് നോക്കിയാൽ നല്ല ക്രീമി ആയിട്ടാണ് ഹങ് കേർഡ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയില്ലേ, നല്ല സ്മൂത്ത് ക്രീം, ഒരു ഭയങ്കര ക്രീമി ടെക്സ്ചറാണ്. ഇപ്പോൾ ലസ്സിയൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ലസ്സി നമ്മൾ എന്താ പറയുക, മാംഗോ ലസ്സിയൊക്കെ ചെയ്യില്ലേ, അതേപോലത്തെ ഒരു ഫ്ലേവറാണ് ഈ ഒരു നമ്മുടെ പുഡിങ്ങിന് കിട്ടാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കുന്നു. 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യും. ഇനി ഇതോടൊപ്പം നമുക്കൊരു കാര്യം കൂടി ചേർക്കാം, ഫ്രഷ് ക്രീമും കൂടി ചേർക്കാം. 1 കപ്പ് ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നല്ല റിച്ച് പുഡിംഗ് ആയിരിക്കും. നല്ല സ്മൂത്താക്കി എടുക്കാം. എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തേക്കും യോജിച്ച് കിട്ടണം. ചെറിയൊരു ക്രീമിഷ് കളറായി കഴിഞ്ഞു. ഇനി മാംഗോയുടെ പൾപ്പും കൂടി ചേർത്ത് കഴിയുമ്പോൾ
കുറച്ചുകൂടി ഒരു എന്താ പറയുക ലൈറ്റ് ഒരു യെല്ലോ ടോൺ കയറി വരും. ഇനി മാംഗോ പൾപ്പ് ആഡ് ചെയ്യാൻ പോകും 1/2 കപ്പ്. ചെറിയൊരു കളർ ചേഞ്ച് കൊണ്ടോ നല്ല ഭംഗിയില്ലേ ഇങ്ങനെ കാണുമ്പോൾ, നൈസ്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മുതൽ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂണൊക്കെ മതിയാകും. ചെറിയൊരു സട്ടിലായിട്ടുള്ളൊരു ഫ്ലേവർ മതി, ഒരുപാട് സ്ട്രോങ് വേണ്ട. ബാക്കി കാര്യങ്ങളുടെ ടേസ്റ്റിനെ ഇത് എടുത്തുകൊണ്ട് പോകരുത്. ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് കയറി നിൽക്കാൻ പാടില്ല. ഇതിൻ്റെ കൂടെ ബ്ലെൻഡായിട്ട് വരണം, അത്രേ ഉള്ളൂ. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നല്ല മിക്സിങ് ആയിരിക്കണം, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി വിസ്ക് വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട്. അപ്പം എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ യോജിച്ച് കഴിഞ്ഞു എന്നുള്ളതിന് ഉറപ്പ് വരുത്താനാണ് ഞാൻ ഈ വിസ്കും കൂടി ഉപയോഗിക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ പുഡിങ് സ്റ്റീം ചെയ്യാൻ പോകുന്നത് അതിലേക്ക് മാറ്റാം. എന്നിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കുന്ന ഒരു സ്റ്റീമറിലേക്ക് വയ്ക്കുക. ഒരു ഇഡലി കുട്ടകമാകാം, ഒരു സ്റ്റീമറാകാം. അതിനകത്ത് വെച്ചിട്ട് ഒരു 25-30 മിനിറ്റോളം ആവി കയറ്റി കഴിയുമ്പോൾ ഇതൊന്ന് അടച്ചിട്ട് ഒരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു വാഴയിലയോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് വേണം ആവിയിലേക്ക് പുഴുങ്ങാനായിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റിംഗ് റെഡി ആയി കഴിഞ്ഞു. ഇത് ഒരു സ്റ്റീമറാണെന്ന് പറയാം. അകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അതെ, അതിൻ്റെ ഒരു പാത്രമുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ പുഡിങ്ങിൻ്റെ ഡിഷ് എടുത്ത് വയ്ക്കും. ഇനി ഇതിൻ്റെ അകത്തേക്കാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ കൂട്ട് ഒഴിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ മാംഗോ ഫ്ലേവറിൽ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറി വേണമെങ്കിൽ അങ്ങനെ ആകാം. ഏതാണ് ഇഷ്ടം അതനുസരിച്ച്. ഫിഗ്സ് വേണമെങ്കിൽ അതാകാം. ഇനി ഡേറ്റ്സിൻ്റെ ഫ്ലേവർ ആണെങ്കിൽ അങ്ങനെ. പിന്നെ വേറെ ഏതൊക്കെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ലിച്ചി ഫ്ലേവർ ആണെങ്കിൽ അത് ചെയ്യാം. റോസ് ഫ്ലേവറിൽ ചെയ്യാം. എന്താണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. കാര്യം സ്റ്റീം അകത്തേക്ക് കയറാണ്ടിരിക്കാനായിട്ട്. എന്നിട്ട് പാത്രം അടച്ചിട്ട് അടുപ്പ് കത്തിച്ചു. അടുപ്പെല്ലാം കത്തിച്ച് കഴിഞ്ഞു. ഇനി അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. പാത്രം അടയ്ക്കും. ഇനി ഒരു 1/2 hour കൊടുക്കാം. നല്ല തിളച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 minutes 35 minutes ഏകദേശം ഒരു സമയമാണ് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ടാവും. സ്റ്റീംഡായിട്ട് ആവിയിൽ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ, ഇതൊന്ന് കൂളായി കഴിഞ്ഞ് റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ല ചില്ല് ചെയ്ത് നല്ല സാധാരണ പുഡിങ്ങൊക്കെ കഴിക്കുന്ന നല്ല ഇത് ഹോട്ട് പുഡിങ്ങായിട്ടല്ല, നല്ല തണുപ്പിച്ച് തന്നെ കഴിക്കും. അപ്പോൾ ഇനി ഒരു വെയിറ്റിംഗ് ടൈം, അത് വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ഓൾമോസ്റ്റ് ആയി. ഇനി അടപ്പ് തുറന്ന് നോക്കാം. തീ ഓഫ് ചെയ്തതേ ഉള്ളൂ. ജസ്റ്റ് ഭയങ്കര ചൂടായി. ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ആഹാ, യെസ്, പെർഫെക്റ്റ്ലി ഡൺ. നന്നായിട്ട് പാകത്തിന് കുക്ക്ഡായിട്ടുണ്ട്. യെസ്, നല്ല എന്താ പറയുക, സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭീകര സോഫ്റ്റാണ് കേട്ടോ. ഇത് നന്നായിട്ട് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നല്ല തണുപ്പോടുകൂടി കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ സ്വാദ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അത്രയും സമയമില്ല. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അങ്ങനെ നമ്മുടെ മാംഗോ ഫ്ലേവേർഡ് യോഗേർട്ട് പുഡിങ്, സ്റ്റീംഡ് പുഡിങ് നന്നായിട്ട് തണുത്തിട്ടില്ല, കുറച്ചൊക്കെ തണുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കാണിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക്. ഇങ്ങനെ നോക്കിയേ, ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ സൈഡ്സ് നിന്ന് ഇങ്ങനെ ഇളകി വരുന്നുണ്ടോ. ഇത് ഡീമോൾഡ് ചെയ്യാനായിട്ട് ഒരു പാടുമില്ല. ഒരു പാത്രത്തിലേക്ക് കമിഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ അത് ഡീമോൾഡഡ് ആയി വരും. പിന്നെ നമുക്ക് സ്ക്വയർസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് തണുത്തിട്ട് ചെയ്യുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ചില്ല് ചെയ്തെടുക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് തണുത്ത് കഴിഞ്ഞിട്ട് ഡീമോൾഡ് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇത് തൊടുമ്പോൾ തന്നെ അറിയില്ല എന്ത് സോഫ്റ്റ് അറിയോ. അയ്യോ, ടു സോഫ്റ്റ്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കാര്യമാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇഷ്ടം.